രഘു, ഈ വിദ്യാർത്ഥികൾ എവിടെ നിന്നുള്ളവരാണ് എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് ലഭിക്കുന്നുണ്ടോ? അതോടൊപ്പം ഈ KSRTC ബസ്സിലുണ്ടായിരുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടോ? യാത്രക്കാർക്കാർക്കും നിലവിൽ കാര്യമായ പരിക്ക് ഇല്ല. KSRTC ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് ഈ വാഹനം നമ്മൾ പറയുന്നത് പോലെ തന്നെ ആദ്യം അല്പം വശത്തേക്ക് മാറ്റിയിട്ടത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ KSRTC ബസ്സിന് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നില്ല. നമുക്ക് കിട്ടുന്ന വിവരപ്രകാരമാണെങ്കിൽ ശ്രീദീപ്, പാലക്കാട് സ്വദേശിയായ ശ്രീദീപ്, ലക്ഷദ്വീപിൽ നിന്നുള്ള മുഹമ്മദ് ഇബ്രാഹിം, ദേവാനന്ദ്, മുഹമ്മദ് ജബ്ബാർ, ആയുഷ് ഷാജി എന്നീ 5 വിദ്യാർത്ഥികളുടെ പേരാണ് അനൌദ്യോഗികമായി ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. ശരി, രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിദാരുണമായ സംഭവമാണ്. 5 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ശ്രീദീപ്, മുഹമ്മദ് ഇബ്രാഹിം, ദേവാനന്ദ്, മുഹമ്മദ് ജബ്ബാർ, ആയുഷ് ഷാജി എന്നിവരാണ്. അതിൽ ലക്ഷദ്വീപിൽ നിന്നും കണ്ണൂരിൽ നിന്നും പാലക്കാട് നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ഓരോരുത്തരും ചികിത്സയിലാണ്. 5 പേരാണ് മരിച്ചത്. ബാക്കിയുള്ളവർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചികിത്സയിൽ തുടരുകയാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. മറ്റ് 2 പേരുടെ കാര്യത്തിൽ കൂടി ആശങ്കയുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ അത് ഓവർലോഡ് തന്നെയായിരുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. അമിത വേഗതയും ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് KSRTCയുടെ ഭാഗത്തു നിന്നുമാണ്. KSRTC ബസ്സിലുള്ള ആർക്കും പരിക്കുകളും ഒന്നുമില്ല. പക്ഷേ അതിദാരുണമായ സംഭവമാണത്. ആ കാറിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. പലരെയും വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെയൊക്കെ കാറിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്. സിറ്റിയോട് ചേർന്നുള്ള പ്രദേശമാണ്, സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആ ഒരു അപകടം ഉണ്ടായ സമയത്ത് തന്നെ എല്ലാവരും ആ പ്രദേശത്തുള്ളവരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു അപകടം കൂടിയാണ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് കനത്ത മഴയുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് കാലാവസ്ഥയുടെ പ്രശ്നമുണ്ടാകാം, വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ടാകാം, കാഴ്ച മങ്ങുന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ആ സമയം സ്കിഡാവുകയും KSRTC ബസ്സിലേക്ക് വന്ന് ഇടിക്കുകയും ആയിരുന്നു എന്നാണ് RT ഉൾപ്പെടെ പറയുന്നത്. ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനയുമൊക്കെ അവിടെ ഇന്നത്തേക്ക് നിർത്തിയിട്ടുണ്ട്. ബാക്കി പരിശോധനകളും നടപടികളും ഒക്കെ തുടരുന്നതായിരിക്കും. മെഡിക്കൽ കോളേജിന് മുന്നിലായിട്ട് വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു അപകട വിവരം അറിഞ്ഞിട്ട് 1ാം വർഷ വിദ്യാർത്ഥികളാണ്, പഠനത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ലക്ഷദ്വീപിൽ നിന്നുള്ള കുട്ടിയും മരണപ്പെട്ടിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ വിദ്യാർത്ഥികളുടെ പേരുകൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീദീപ്, മുഹമ്മദ് ഇബ്രാഹിം, ദേവാനന്ദ്, മുഹമ്മദ് ജബ്ബാർ, ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത് എന്നാണ് അറിയുന്നത്. 11 പേർ ആ കാറിൽ ഉണ്ടായിരുന്നു. ഓവർലോഡായിരുന്നു. 2010 മോഡൽ വാഹനമാണ്. ആ വിവരങ്ങളൊക്കെ RTOയും നമ്മൾക്ക് നൽകുന്നുണ്ടായിരുന്നു. ഈ രീതിയിലായിരുന്നു അപകടം. വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും സിനിമ കാണാനും ഒക്കെ വേണ്ടിയിട്ട് പുറത്തു പോയി തിരികെ വരുന്നതിനിടെയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത്. തിരികെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട കാറും KSRTC ബസ്സും ഒപ്പം അവിടെയുള്ള നടപടികളെക്കുറിച്ചുള്ള ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പല വിധത്തിലുള്ള പ്രതികരണങ്ങളും നമ്മൾക്ക് അവിടെ നിന്നും വരുന്നുണ്ടായിരുന്നു. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ആലപ്പുഴ കളർകോട് സംഭവിച്ചത്.